കുഞ്ഞാപ്പോ ഇവിടെ ഇവിടെ ഇജ്ജെന്താ കാട്ടണ്? ഞാന് വെറുതെ അങ്ങനെ മീനിങ്ങനെ എടാ കള്ള ആളെ പേടിപ്പിച്ച് ഞാൻ ഈ വള്ളത്തിൽ വീട്ടിൽ ഒളിച്ചു പോയില്ലടാ. എടാ കള്ള ഇജ്ജ് തേങ്ങ എടുക്കല്ലേ? ഇവിടെ അറിയാണ്ട് ഈ തോട്ടിൽ കൂടെ വെള്ളം വരുമ്പോ എത്ര കിട്ടിന്നിട്ട് ഒറ്റൊന്നും കിട്ടിയില്ലേ? ഞാൻ അവിടുന്ന് കണ്ടിക്കണ കൊടയായിട്ട് നിക്കണത്. ഇല്ല എന്തേ പോയിന്നാ? പോയി കമ്പ ഇറങ്ങറായടാ. ഈ ചളിവെള്ളൊക്കെ ആയിട്ടല്ല ഭയങ്കര വേദന. കുഞ്ഞാപ്പോ ഇങ്ങോട്ട് നിക്ക, കയറ് അടഞ്ഞു വെക്കണ്ട. ഭയങ്കര വേദനടാ. ചോറ് തിന്നപ്പോളേ ഭയങ്കര വേദന. ഇങ്ങോട്ട് കയറിന്റെ പുറത്തേക്ക് കുഞ്ഞാപ്പോ തടഞ്ഞു പോകൂലേ? പിന്നോടെ വയറിങ്ങനെ വേദിക്കുന്നിട്ടാ ഒപ്പുള്ള ചങ്ങായിനെ കളിയാക്കുക. എന്ത് പറഞ്ഞിട്ട്? ഇപ്പോഴും നിക്കാനായില്ലടാ, എനിക്ക് നിക്കാനായില്ലടാ. അപ്പൊ ആ ജാതി ഒറ്റ മുണിയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് തിന്നിട്ടുള്ളടാ. ഒരു ചെറിയ പാത്രത്തിൽ ആ കയ്യിലിട്ട് കൊടുന്നില്ലേ, അങ്ങനത്തെ ഇങ്ങനത്തെ തിന്നിട്ടുള്ളൂ. 10 ആള് ചോറ് തിന്നണായി. എന്നിട്ട് അറിയാ ഇനി എനിക്ക് പോവാനായില്ലേ. അതിന്റെ ശേഷം തുടങ്ങിയാടാ വയറൊക്കെ ഭയങ്കര വയറൊക്കെ നല്ല വീർത്തണല്ലോ. ചോറിനിടാൻ തോന്നുന്നില്ലേ? ഇപ്പൊ തേങ്ങ എടുക്കാൻ പറഞ്ഞേ. തേങ്ങ എടുക്കാൻ പറഞ്ഞയച്ചല്ലടാ, തേങ്ങ അരക്കാനേ. ആരെങ്കിലും പെട്ടെന്ന് പെരേക്ക് വന്നിട്ടുണ്ടെങ്കിലേ നമ്മള് കൂട്ടണ മാതിരി ഓർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അവർക്ക് തേങ്ങ അരച്ചിട്ടൊക്കെ കൊടുക്കണ്ടേ? അതിനിപ്പോ ആരാന്റെ തേങ്ങ എടുക്കുക? ആരാന്റെ അല്ലേ, തോട്ടീന്ന് വലിച്ചു പറഞ്ഞത് ഗവൺമെന്റിന്റെ അല്ലേ? ഗവൺമെന്റിന്റെ ഒന്നല്ല, അവിടെ ഇട്ട് കൂട്ടിയത് ഇതിൽ കൂടെ വരികയാണ്. പാടത്ത് പോയി പോവില്ല. അപ്പൊ നമ്മക്ക് ആരെങ്കിലും എടുത്തോട്ടെ ഞാൻ നോക്കിയത്. ആരും കാണാൻ അവിടെ വന്നിട്ട് എടുക്കല്ലേ? കൊറേ കുട്ടികളെ അവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. അത് ചൂണ്ടയാണ് പൊട്ടല്ലേ, മീനെ പിടിക്കണം, കുഞ്ഞൊരു ചൂണ്ട മേടിക്കണം. അപ്പൊ എന്നിട്ട് പെരുന്നാളൊക്കെ എവിടെ എത്തി? എന്തായി? എന്നിട്ട് അത് കഴിഞ്ഞല്ലേ? ആരും വന്നിട്ടില്ലല്ലോ? മൂത്താപ്പൊന്നും പിന്നെ വന്നിട്ടില്ല. എന്താ മൂത്താപ്പ് വന്നിട്ട് 2 പറക്കുള്ള ചോറും ഞങ്ങൾക്ക് തന്നെ റേഷൻ മരുന്ന് കുറച്ച് ഐഡിയ കിട്ടുന്നുള്ളൂ. മൂത്താപ്പാനെ കണ്ടിട്ട് പോരായിക്കണം. മൂത്താപ്പാനെ കാണാതെ ഇരിക്കാണ്ട് കണ്ടിട്ട് മൂത്താപ്പ കൊണ്ട് പോരില്ലടാ. ശരി, അങ്ങനെയാണല്ലേ? അമ്മ പറഞ്ഞു, ആ അമ്മ എന്നോട് പറഞ്ഞാണ് മൂത്താപ്പാനെ നീ കാണാനിരിക്കണ്ടേ. അപ്പൊ മൂത്തമ്മ പാവാടാ, പൈസ ഒക്കെ തരും. എല്ലാം കാണല്ലോ, അരിച്ചാക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് മൂത്താപ്പ. ഇപ്പൊ കൊണ്ടില്ല, ഇപ്പൊ ഓരിക്കന്നെ തിന്നാൻ തയ്യാൻ മൂത്തമ്മ. മൂത്താപ്പാക്ക് എന്താണ് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടത്രേ. എന്തിന്റെ? പൈപ്പിന്റെ അസുഖം. പൈപ്പിന്റെ വിശപ്പിന്റെ. അതന്നെ വിശപ്പിന്റെ അസുഖം. വസപ്പിന്റെ അസുഖം. എന്നിട്ടോ അതുള്ള കാരണം മൂത്താപ്പാക്കന്നെ അരി തയ്യുന്നില്ല. എത്ര കിട്ടിയാലും തയ്യുന്നില്ല. അല്ല ഉമ്മ പറഞ്ഞാവൂല്ലേ? ഞാന് അതാ തേങ്ങ ഒളിച്ചു പോണടാ. അത് പോയിക്കോട്ടെ കുഞ്ഞാപ്പോ. പറഞ്ഞില്ലേ ഒളിച്ചു പോണടാ. മീനൊന്നല്ല, അതൊക്കെ നമ്മക്ക് അറിയാം. മീനല്ലേ? കൊറേ നേരമായോ കുഞ്ഞാപ്പോ വന്നിട്ട് ഇവിടെ? അപ്പൊ ഇന്ന് വേറെ എവിടേക്കും പോയിട്ടില്ലല്ലേ? ഇതിനായിട്ട് മനക്കട്ടാ കല്യാണത്തിന് പോയിട്ട് വന്നാലും ശരിയാ. കിട്ടിയതൊന്നുള്ളൂ അല്ലേ? കിട്ടിയതൊന്നുമില്ലേ? അതെ, 10 ആൾക്ക് കൊടുക്കണ ഒറ്റക്ക് തിന്നിട്ടാണ് കുഞ്ഞാപ്പോ. ആൾക്കാര് നോക്കാതിരിക്കോ? ഞാൻ തിരിച്ചല്ലേ? അപ്പൊ തന്നെ എമ്മ പറഞ്ഞു രാഗൂന്ന്. അമ്മ ഇന്നും പണിക്ക് പോയിക്കണല്ലേ? ഇമ്മ പണിക്കൊന്നുമില്ല, അമ്മക്ക് വന്ന കല്യാണം എല്ലാം പോവല്ലോ. പണി നാളെ എടുക്കാല്ലോ. ചോറിട്ട് ചോദിക്കാൻ കാണിച്ചോ? അപ്പൊ അവിടെ ഞാൻ പോട്ടെ. എവിടേക്ക് പോണു കുഞ്ഞാപ്പോ? നിക്ക് പോട്ടെ. ഞാനേ കൊറേ നേരമായിട്ട് വന്ന് നോക്കിട്ട് ഞാൻ ഇവരോടൊന്ന് 2 തേങ്ങ ചോദിച്ചോട്ടെ. ഒരു തരിയാവും. കാരണം നാളെ മുന്നേ വന്നിട്ട് 4 ദിവസം മുന്നേ വന്നിട്ട് 2 തേങ്ങ കൊണ്ടേക്കുന്നു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. തേങ്ങ ഇട്ടപ്പോ ഉമ്മ പറഞ്ഞു ഓർക്ക് കൊടുക്കാന്ന്. പിന്നെ ഉമ്മ പറയും തേങ്ങക്ക് എന്താ വില, ഇനി പിന്നെ കൊടുക്കാന്ന്. അപ്പൊ പിന്നെ തരിക മേടിച്ചാ കൊടുക്കണ്ടേ? തേങ്ങയുടെ വില കുറഞ്ഞു കൊടുക്കാറ്. വില കുറയിലുണ്ടാവൂല, തേങ്ങ കൊടുക്കൂല അത് പറയും.
കൊടുക്കും, കൊറേ കാലം കഴിഞ്ഞിട്ട് കൊടുക്കും. ഇപ്പൊന്നും കൊടുക്കൂല. എന്നാ ആയിക്കോട്ടെ. എന്നാ പോവാണ്. നീ എപ്പഴാ കാണുക? എപ്പോഴും ഇങ്ങനെ കണ്ട കാണാൻ അവിടെ ഉണ്ടല്ലോ. തിന്നാ പോവാനാവും. ചായ കുടിക്കാനല്ലേ? ചായ കുടിക്കാൻ പോവാനാവും അല്ലേ? എനിക്കറിയാം, ഓട്ടം കണ്ടപ്പോ തന്നെ വയറ് കത്തി കാണുന്നുണ്ട്. ചായ കുടിക്കട്ടെ പോയി.